ഒന്ന് പല കാരണം കൊണ്ടും ബി ജെ പിക്കുണ്ടായ ഒരു മുന്നേറ്റമുണ്ട് കേരളത്തിൽ. ഞങ്ങളുടെ വോട്ട് കുറഞ്ഞു, എൽ ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞു, യു ഡി എഫിൻ്റെ വോട്ട് ഷെയർ കുറഞ്ഞു. എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും വോട്ട് ഷെയർ കുറയുമ്പോൾ വോട്ട് ഷെയർ കുറയാത്തൊരു പാർട്ടിയുള്ളത് ബി ജെ പി മാത്രമാണ്. കേരളത്തിലെ 11 മണ്ഡലങ്ങളിൽ, അസംബ്ലി മണ്ഡലങ്ങളിൽ ബി ജെ പി ഇന്ന് 1-ാം സ്ഥാനത്താണ്, 8 സ്ഥലങ്ങളിൽ 2-ാം സ്ഥാനത്താണ്. ഗൗരവമായിട്ട് കാണുന്നതിന് കേരളം പോലെ ഒരു പ്രബുദ്ധമായ സംസ്ഥാനത്ത് ഇന്ത്യയിലാകെ ബി ജെ പി നേരിട്ട് പരാജയത്തിന് പശ്ചാത്തലത്തിൽ, പരാജയം തന്നെയാണ് ബി ജെ പിക്ക് ഉണ്ടായത്, തിരിച്ചടി എന്ന് പറഞ്ഞാൽ പോരാ. 400-ൽ പരം വോട്ട് സീറ്റ് നേടുമെന്ന് ഉറപ്പാക്കി വന്ന മോദിക്ക് അതുണ്ടായില്ലല്ലോ. നല്ല പരാജയം ഉണ്ടായിട്ടുണ്ട്, അത് അവിടെ കാണാൻ പറ്റും. ബി ജെ പിയുടെ പാർലമെൻറ്റിലെ ബോഡി ലാംഗ്വേജിൽ കാണാൻ പറ്റും. മോദിയുടെ പോലും മുഖത്തും ദേഹത്തും ഉണ്ട് ആ പരാജയത്തിൻ്റെ ആഘാതങ്ങൾ, അത് കാണാൻ പറ്റും. അത് ബി ജെ പി പരാജയപ്പെട്ട ഇലക്ഷനാണിത്. അതിൻ്റെ കാരണക്കാർ ഇന്ത്യയിലെ പാവങ്ങളാണ്, ഉത്തരേന്ത്യയിലെ ജനങ്ങളാണ്. അവർ ബി ജെ പിയെ പാഠം പഠിപ്പിച്ച് ഇതുപോലൊരു തിരിച്ചടി കൊടുത്തപ്പോൾ പ്രബുദ്ധമെന്ന് നമ്മളെല്ലാം പറയുന്ന കേരളത്തിൽ ഈ പ്രബുദ്ധ വോട്ടർമാർ മുമ്പേത് കാലത്തേക്കാൾ കൂടുതലായി ബി ജെ പി ഭാഗത്തേക്ക് വോട്ട് ചെയ്തു. അതിന് ഗൗരവമായിട്ട് കാണണ്ട ഞങ്ങൾ, അത് വലിയ തെറ്റാണത്. മറ്റൊരു പാർട്ടി ജയിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ജയിച്ചത് തീവ്ര വലതുപക്ഷ പാർട്ടിയാണ്, ജയിച്ചതൊരു ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്ര അടിത്തറകളുടെ പാർട്ടിയാണ്, ജയിച്ചത് ജനാധിപത്യ മതേതര മൂല്യങ്ങൾ വെറുക്കുന്ന പാർട്ടിയാണ്, ജയിച്ചത് പാവങ്ങളോട് തരുമ്പം കൂറില്ലാത്ത കോർപ്പറേറ്റ് താല്പര്യത്തിൻ്റെ അടിമപ്പണി ചെയ്യുന്ന പാർട്ടിയാണ്.